ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെടിച്ചട്ടി ആയിട്ടാണ്. ഇത് കാർഡ്ബോർഡ് മോൾഡാക്കി ചെയ്ത ചെടിച്ചട്ടിയാണ്. സിമൻറ്റും മണലും തെർമോക്കോളും ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയത്. തെർമോക്കോൾ ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ ഇതിന് വെയിറ്റ് കുറവായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. കാർഡ്ബോർഡ് മോൾഡാക്കിയാണ് ഇന്നത്തെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 4 വലിയ കാർഡ്ബോർഡ് എടുക്കണം. താഴ്ഭാഗത്ത് 6.5 ഇഞ്ചും മോൾ ഭാഗത്ത് 8.5 ഇഞ്ചും വീതിയിലെടുക്കണം. പൊക്കം 10.5 ഇഞ്ച് എടുക്കണം. ഈ അളവിൽ 4 എണ്ണം വേണം. ഇത് പുറത്ത് വയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഇനി അകത്ത് വയ്ക്കുന്നതിന് വേണ്ടി 4 കാർഡ്ബോർഡ് പീസ് എടുക്കണം. പുറത്ത് വയ്ക്കുന്ന കാർഡ്ബോർഡിനേക്കാളും 1 ഇഞ്ച് ഹൈറ്റ് കുറവായിരിക്കണം. താഴ്ഭാഗത്ത് 4.5 ഇഞ്ചും മോൾ ഭാഗത്ത് 6.5 ഇഞ്ചും എടുക്കണം. ഹൈറ്റ് 9.5 ഇഞ്ച് എടുക്കണം. അങ്ങനത്തെ 4 കാർഡ്ബോർഡ് വേണം. അങ്ങനെ ടോട്ടൽ 8 കാർഡ്ബോർഡ് വേണം. താഴ്ഭാഗത്തും 6.5 ഇഞ്ച് എടുത്തിട്ട് 2 സൈഡിൽ നിന്നും ഓരോ ഇഞ്ച് വെട്ടിക്കളയണം. അപ്പോൾ താഴ്ഭാഗം വീതി കുറഞ്ഞു വരും. ഇനി മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ മാസ്കിംഗ് ടേപ്പ് എടുത്ത് ആദ്യം ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒട്ടിക്കാം. അന്ത്യം ഇതേപോലെ വെച്ചതിന് ശേഷം അടുത്ത കാർഡ്ബോർഡ് എടുത്ത് ഇതേപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഒരേ അളവിൽ വയ്ക്കണം. ഒരേ അളവിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തോട്ട് ഒട്ടിക്കാം. ഇതും ചേർത്തൊട്ടിക്കാം. ചട്ടിയുടെ മുകൾ ഭാഗം വീതി കൂടിയും താഴ്ഭാഗം വീതി കുറഞ്ഞും വരണം. അതിനുവേണ്ടിയാണ് മുകളിലത്തെ അളവിൽ നിന്നും 2 ഇഞ്ച് കുറച്ചെടുക്കുന്നത്. ഇപ്പോൾ 4 കാർഡ്ബോർഡും ഒട്ടിച്ചെടുത്തു. ഇനി ഇവിടെ നിന്ന് ഇതുവരെ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. ഇപ്പോൾ കുറച്ചും കൂടി നല്ല ബലത്തിലിരിക്കും. മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചാലും മതി. ഇതൊരു സെല്ലോ ടേപ്പ് ഉള്ളതുകൊണ്ട് ഞാനത് ഒട്ടിക്കുന്നു. ഇതുപോലെ 4 സൈഡിലും ഒട്ടിക്കാം. ഇനി ഒട്ടിച്ചതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ ഇതിൻ്റെ 4 സൈഡും ഒട്ടിച്ചെടുത്തു. പുറത്ത് വയ്ക്കുന്ന കാർഡ്ബോർഡും ഒട്ടിച്ചെടുത്തു. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഇവിടെ ആയിട്ട് ഒരു കാർഡ്ബോർഡ് വെട്ടി ഒട്ടിക്കണം. ഇത് വെച്ച് ഇതിൻ്റെ അളവിൽ വെട്ടി ഒട്ടിക്കാം. ഇത് അകത്ത് വയ്ക്കുന്ന കാർഡ്ബോർഡാണ്. ഇത് പുറത്ത് വയ്ക്കുന്ന കാർഡ്ബോർഡ്. ഞാനിതിനെ കമിഴ്ത്തി വെച്ചിട്ട് അടിഭാഗം മുകളിലാക്കും. മുകളിലാക്കിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇനി ആദ്യം ഇതേപോലെ ഒരു പേപ്പർ ഇടണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇടണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് നടുക്ക് വയ്ക്കുന്ന മോൾഡ് എടുത്ത് വയ്ക്കണം. ഇതേപോലെ മോൾഡ് വെച്ചതിന് ശേഷം അതിനകത്ത് ഉണക്ക മണൽ നിറയ്ക്കണം. നനഞ്ഞ മണൽ നിറച്ചാൽ കാർഡ്ബോർഡ് പോന്നു പോകും. ഇനി ഇതിലോട്ട് മണൽ നിറച്ചിടാം. ഇതുപോലെ നിറച്ച് മണലിടാം. ഇതിനകത്ത് മണ്ണ് നിറച്ച് ഇനി ഇതിൻ്റെ അളവിലുള്ള ഒരു ഷീറ്റ് പേപ്പർ വെട്ടിയെടുത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം 4 സൈഡിലും സെല്ലോ ടേപ്പ് ഒട്ടിക്കാം.
ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും സെല്ലോ ടേപ്പ് വെച്ചു. ഇനി ഇതിൻ്റെ പുറത്തുള്ള മൗൾഡ് എടുത്ത് വയ്ക്കാം. പുറത്തുള്ള മൗൾഡ് വയ്ക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ വരണം. അത് കണക്കാക്കി വയ്ക്കണം. ഇതേപോലെ കറക്റ്റായിട്ട് വയ്ക്കണം. 4 സൈഡും ഒരേപോലെ വരണം. ഇനി ഇതിൻ്റെ 4 സൈഡിലും ചുടുകല്ല് അടുക്കി അടുക്കി വയ്ക്കാം. അപ്പോൾ കാർഡ്ബോർഡ് ചരിഞ്ഞു പോകാതെ നേരെ ഇരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റും കല്ല് വെച്ചു. ഇതുവരെ വേണമെങ്കിലും വയ്ക്കാം. ഇനി തെർമോക്കോൾ പൊടിച്ചെടുക്കാം. ഇതെൻ്റെ പഴയ പച്ചക്കറി അരിയുന്നതാണ്. ഇതിൽ വെച്ച് നമുക്കിതിനെ ഇതേപോലെ ആക്കിയെടുക്കാം. ചെറിയ തെർമോക്കോളും ഉണ്ട്, വലിയ തെർമോക്കോളും ഉണ്ട്. വലിയ തെർമോക്കോളാണെങ്കിൽ എളുപ്പത്തിൽ പിടിച്ചെടുക്കാം. നിങ്ങൾ തെർമോക്കോൾ എടുക്കുമ്പോൾ ഇതേപോലെ പൊടിയുന്ന ടൈപ്പിലുള്ള തെർമോക്കോൾ എടുക്കണം. ഇതേപോലെ എല്ലാം നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. ഇതുപോലെ കിടക്കുന്നത് കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കുക. എല്ലാം ഇതേപോലെ ആക്കിയതിന് ശേഷം കാണിക്കാം. ഇതേപോലത്തെ വലിയ തെർമോക്കോളും അതുപോലെ കൈ കൊണ്ടും പൊടിച്ചെടുക്കാം, ഇതിൽ വെച്ചും പൊടിച്ചെടുക്കാം. ഇനി എല്ലാം പൊടിച്ചതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ തെർമോക്കോളെല്ലാം പൊടിച്ചെടുത്തു. ഇതേപോലെ പൊടിച്ചെടുക്കാം. ഇനി സിമെൻറ്റും തെർമോക്കോളും മണലും കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിലോട്ട് സിമെൻറ്റ് ഇടാം. 1 കപ്പ് സിമെൻറ്റും 1 കപ്പ് മണലും 2 കപ്പ് തെർമോക്കോളും. ഈ റേഷ്യോയിലാണ് ഞാൻ എടുക്കുന്നത്. ഈ റേഷ്യോയിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും സിമെൻറ്റും മണലും തെർമോക്കോളും എടുക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 2 കപ്പ് സിമെൻറ്റും 2 കപ്പ് മണലും ഇട്ട് ഇനി ഇതിനെ നല്ലതുപോലെ യോജിപ്പിക്കാം. 4 കപ്പ് തെർമോക്കോളിലൂടെ ചേർക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ യോജിപ്പിക്കാം. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഞാനിതിൽ 6 കപ്പ് തെർമോക്കോൾ ചേർത്തു. ഇപ്പോൾ 2 കപ്പ് കൂടെ ചേർത്തു. ഇതേപോലെ കലക്കിയെടുക്കാം. ഇത്രയും വെള്ളം മതി, ഇതിനേക്കാളും വെള്ളം വേണ്ട. ഇനി ഇതിൻ്റെ 4 സൈഡിലും സിമെൻറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് നീക്കി ഇട്ട് കൊടുക്കാം. പകുതി ഭാഗം ഇട്ടതിന് ശേഷം ഇതേപോലെ എന്തെങ്കിലും കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് അമർത്തി വയ്ക്കണം. ഇതേപോലെ 4 സൈഡിലും അമർത്തി വയ്ക്കണം. ഇതേപോലെ ബാക്കിയും വയ്ക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് നിറച്ച് സിമെൻറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഹൈറ്റിൽ സിമെൻറ്റ് ഇടാം. ഇനി ഈ ഭാഗം നല്ല കറക്റ്റ് ലെവലാക്കി വയ്ക്കണം. ഈ ഭാഗമാണ് അടിഭാഗത്തായിട്ട് വരാനുള്ളത്. അപ്പോൾ ഇനി ഇവിടെ ഒരു ഹോൾ കൊടുക്കണം. അപ്പോൾ നല്ല കറക്റ്റ് ലെവലായിട്ടുണ്ട്. നടുക്കായിട്ടൊരു ഹോൾ കൊടുക്കുക. 1-2 ഹോൾ കൊടുക്കുക. വലിയ ഹോൾ കൊടുത്താൽ ഒരു ഹോൾ കൊടുത്താൽ മതി.
ആണെങ്കിൽ ഒരു തെർമോക്കോൾ കൂടെ വെച്ച് കൊടുക്കാം. തെർമോക്കോൾ പീസ് വേണമെങ്കിൽ വെച്ചാൽ മതി, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ചെടിച്ചട്ടി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ കല്ലും മാറ്റി കാർഡ്ബോർഡും മാറ്റാം. ഇനി ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 ദിവസം ഉണങ്ങാൻ വയ്ക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. ആദ്യം കല്ല് മാറ്റാം. ചുടുകല്ല് ഇതുവരെ വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പം കുതിർന്നു പോയിട്ടൊന്നുമില്ല. ഇനി ആദ്യം ഈ കല്ല് മാറ്റാം. ഇനി നമുക്കിതിനെ ഇളക്കി നോക്കാം. ഇതേപോലെ ഇനി 3 സൈഡും ഇളക്കാം. കാർഡ്ബോർഡ് ഇളക്കിയെടുത്ത് ഇനി ഈ സിമൻ്റ് ഇല്ലാത്ത ഭാഗത്ത് കുറച്ച് സിമൻ്റ് നമുക്ക് തേച്ച് കൊടുക്കാം. ഇതിനെ തിരിച്ച് വെച്ചിട്ട് ഇതിനകത്തുള്ള കാർഡ്ബോർഡ് എടുക്കാം. ഇനി ഇതിനകത്തുള്ള തെർമോക്കോളിനെ എടുത്ത് കളയാം. തെർമോക്കോൾ വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ചട്ടി തിരിച്ചു വെച്ചു. എടുത്തപ്പോൾ തന്നെ മണ്ണ് ഇതേപോലെ വീണു. ഇനി ഇതിനെ കോരി മാറ്റാം. ഇനി ഇതിനകത്തുള്ള കാർഡ്ബോർഡ് എടുത്ത് മാറ്റാം. അത് എളുപ്പത്തിലെടുക്കാം. ഇപ്പോൾ ചെടിച്ചട്ടി നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് പെയിൻറ്റ് ചെയ്യാം. ഇതേപോലെ ഒരു സെല്ലോ ടേപ്പ് 4 സൈഡിലും ചുറ്റിയതിന് ശേഷം ഇവിടെ ഒരു കളർ പെയിൻറ്റ് ചെയ്യാം, ഇവിടെ ഒരു കളർ പെയിൻറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഇളക്കിയതിന് ശേഷം ഇവിടെ ഒരു കളർ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെ 4 സൈഡിലും പെയിൻറ്റ് ചെയ്യാം, അകത്തും പെയിൻറ്റ് ചെയ്യാം. ഇനി പെയിൻറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.